ഹലോ, ഇന്ന് ഞങ്ങൾ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ക്യൂൻ എലിസബത്ത് ഒന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം എലിസ്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ എൽസക്കുട്ടി എന്ന് വിളിക്കാറുണ്ട്. എലിസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾക്ക് ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. പക്ഷേ പലതവണ പലരെയും ഹെൽപ്പ് ചെയ്ത് സ്വന്തമായി കുഴിയിൽ ചാടിയിട്ടുള്ള ചരിത്രവും ഇവൾക്കുണ്ട്. അല്ലെങ്കിലും ഇങ്ങനൊരു ഫ്രണ്ട് നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ. അങ്ങനെ എലിസിനെ കാണാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് പ്രൈമാർക്കിൽ കയറി ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെ നോക്കി എടുക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ തൽക്കാലം വേണ്ട എന്നൊരു ഡിസിഷനിലേക്ക് ഞങ്ങളെത്തി. പക്ഷേ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഞങ്ങൾക്ക് ഏകദേശം 1.5 മണിക്കൂർ വേണ്ടി വന്നു എന്നുള്ള സത്യം പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. എൽസിനെ ഞങ്ങൾ ഡെയിലി കാണാറുണ്ട്, പക്ഷേ എൽസിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അത് അവൾക്കൊരു പരാതിയാണ്. ആ പരാതി തീർക്കാനാണ് ഇന്ന് ഞങ്ങൾ എൽസിൻ്റെ വീട്ടിൽ ലഞ്ചിന് പോകാമെന്ന് കരുതിയത്. ഞങ്ങൾ ഡെയിലി കാണാറുണ്ടെങ്കിലും ക്യാമറ കണ്ടപ്പോൾ എൽസിന് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെതിരെയുള്ള പുച്ഛം അവൾ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വരുന്ന 2 പേരാണ് പ്രൈസിയും മരിയയും. ഇവരെ ഞങ്ങൾ ആക്ച്വലി 2 months കൂടിയിട്ട് ഇന്നാണ് കാണുന്നത്. അവരും കൂടി ആയപ്പം ശരിക്കും ഫണ്ണായിരുന്നു. എൽസിൻ്റെ വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഒരു ഓപ്പൺ സ്പേസ് ഫീലൊക്കെ ഉള്ള ഡൈനിങ് ഏരിയ ആയിരുന്നു അത്. എൽസക്കുട്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് അടിപൊളി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, കുറച്ച് വെറൈറ്റി ടൈപ്പ് ഓഫ് അച്ചാറുകളും ഉണ്ടായിരുന്നു. ചില്ലി ചിക്കന് മുമ്പിൽ നിൽക്കുന്ന പ്രൈസിനെ കണ്ടാൽ നമുക്ക് തോന്നും അതവിടെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണെന്ന്. ഒരിക്കലുമല്ല. ഞങ്ങൾ 1.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നെങ്കിലും പ്രൈസിയും വരെയും കറക്റ്റ് ടൈമിലായിരുന്നു. അതുകൊണ്ട് എലിസിനൊരു കൂട്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. കൂട്ടത്തിലൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നു. അല്ലെങ്കിലും ഇടയ്ക്കിങ്ങനെ എല്ലാവരും കൂടി കൂടുന്നത് ഒരു രസമാണല്ലോ. ആ ചെറിയ മഴയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ടൗൺ സെൻറ്ററിൽ നിന്ന് കാണാൻ പോയൊരാഗ്രഹം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ടൗൺ സെൻറ്ററിൽ പോയി ഒരു കട പോലും വിടാണ്ട് എല്ലാ ഷോപ്പും കയറി ഇറങ്ങി. എല്ലാത്തിൻ്റെയും പ്രൈസ് കൃത്യമായിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ എലിസിനോട് പറയായിരുന്നു എല്ലാത്തിനും എന്തൊരു പ്രൈസാണെന്ന്. അപ്പോൾ എലിസ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് കണ്ണുണ്ടല്ലോ, കണ്ണുകൊണ്ട് നോക്കുന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. പിന്നെ പ്രൈസ് ടാഗ് അത് നോക്കാൻ വെച്ചേക്കുന്നതാണല്ലോ. അപ്പം ഞങ്ങൾക്ക് തോന്നി ശരിയാണ്, നമ്മളിങ്ങനെ വെറുതെ പ്രൈസ് നോക്കുന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. ഷൂസിൻ്റെ പ്രൈസൊക്കെ നോക്കുന്ന കണ്ടാൽ തോന്നും ഇപ്പോൾ എടുക്കുമെന്ന്. വെറുതെയാണ്. എല്ലാത്തിൻ്റെയും പ്രൈസും മെറ്റീരിയലും ഒക്കെ നോക്കിയിട്ട് തിരിച്ചതുപോലെ അവിടെ വെക്കും. ഓരോ ഷോപ്പിൽ കയറുമ്പോഴും എലിസ് ഞങ്ങളെ ഓർപ്പിക്കും ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല കേട്ടോ. പക്ഷെ ഞങ്ങൾക്കറിയാം ഒരു ദിവസം ഒന്നിൻ്റെയും പ്രൈസ് നോക്കാണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾ വാങ്ങിക്കും. കാരണം ഇതുവരെയുള്ള ഡ്രീംസൊക്കെ ഞങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ഡ്രീംസും ഞങ്ങൾ ഫുൾഫിൽ ചെയ്യും. അങ്ങനെ എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു ഇന്ന്. And thanks to Elizabeth for this wonderful lunch.